നബിത അജയകുമാർ. എൻ്റെ വീട് അടൂരാണ്. ഞാൻ ഓൺലൈനായിട്ടാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂൺ 13 ഇങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ ആദ്യം തന്നെ പറയുന്നു. ഞാനൊരു നോൺ ക്രിസ്ത്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വിശ്വാസങ്ങളൊന്നും എനിക്ക് ജീവിതത്തിൽ മുമ്പുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പ്രാർത്ഥിക്കാൻ കൂടുന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ ജീവിച്ചു വളർന്ന വിശ്വാസത്തിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഞാനൊരു നേഴ്സാണ്. കുവൈറ്റിലായിരുന്നു 2008 മുതൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, കുവൈറ്റ് MOH. എനിക്ക് ഹസ്ബൻഡ്, 3 മക്കൾ. അതിൽ എൻ്റെ രണ്ടാമത്തെ മകൻ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളൊരു കുഞ്ഞാണ്. അതുകൊണ്ട് ഹസ്ബൻഡും മക്കളും 2014 നാട്ടിലേക്ക് തിരിച്ചുപോയി. ഞാൻ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു ഹോസ്റ്റലിൽ. അതുകൊണ്ട് എനിക്ക് അവരുടെ കൂടെ എൻ്റെ ഫാമിലിയായിട്ട് ജീവിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് അത് സാധിച്ചില്ല. 2022 ഡിസംബറിൽ എൻ്റെ കുഞ്ഞ് ഒരു ന്യൂമോണിയ വന്ന് സീരിയസ് ആയിട്ട് ബിലീവേഴ്സ് ചർച്ച് എന്ന ഹോസ്പിറ്റലിൽ ICUവിൽ അഡ്മിറ്റായി. ആ സമയത്താണ് എല്ലാവരും എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അവന് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. അന്ന് ഒരുപാട് പേരെനിക്ക് മാതാവിൻ്റെ ഇവിടുത്തെ സാക്ഷ്യങ്ങളും പ്രാർത്ഥനകളും ഒക്കെ അയച്ചു തന്നിരുന്നെങ്കിലും ഞാൻ കാര്യമായിട്ട് പ്രാർത്ഥിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, എൻ്റേതായ വിശ്വാസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് 2023 ജനുവരിയിലാണ് അവൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ആവുന്നത്. ഓക്കെ ആയിട്ട് ഡിസ്ചാർജായി. ആ സമയത്ത് ഞാൻ നാട്ടിലെത്തി. അപ്പോൾ എല്ലാവരും എന്നോട്, അതായത് അവന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന എല്ലാവരും എന്നോട് പറഞ്ഞു, നിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് നീ അമ്മയുടെ അടുത്ത് വരണം, താങ്ക്സ് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ 2023 ഫെബ്രുവരി 25 ഞാൻ ആദ്യമായിട്ട് ഇവിടെ എത്തുന്നത്. അന്ന് എനിക്കിവിടുത്തെ മഹത്വമൊന്നും അറിയില്ല. ഞാനതുകൊണ്ട് കുഞ്ഞുമായിട്ട് ഇവിടെ വന്നെങ്കിലും ഞാൻ ജസ്റ്റ് എല്ലാവരോടും മാതാവിനോട് ഞാൻ നന്ദി പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തന്നതിന് ഞാൻ നന്ദി പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോയി. പക്ഷേ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത് ഞാൻ തിരിച്ചു പോയത് ഒറ്റയ്ക്കായിരുന്നില്ല. എൻ്റെ അമ്മ മാതാവും ഈശോയും എൻ്റെ ഇടവും വലവും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത്. കാരണം പിന്നീട് ജീവിതത്തിലെല്ലാം നടന്നത് ഓരോരോ അത്ഭുതങ്ങളായിരുന്നു. അതിൽ വലിയ മഹത്തരമായ അത്ഭുതമെന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് ദൈവം എനിക്ക് ഓരോരോ അടയാളങ്ങൾ തന്നിരുന്നു. ഞാൻ മാർച്ച് 5 2023 മാർച്ച് 5 തിരിച്ച് കുവൈറ്റിലേക്ക് പോയി. അന്ന് തൊട്ട് ഞാൻ എങ്ങനെ എൻ്റെ കുടുംബത്തോടൊപ്പം ഒന്നിച്ച് നിൽക്കാമെന്നുള്ളൊരു ചിന്തയായിരുന്നു. കാരണം ആ കുഞ്ഞിന് എൻ്റെ സാമീപ്യം വേണം. അവന് 13 വയസ്സായി. സാധാരണ 13 വയസ്സുള്ളൊരു കുഞ്ഞ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും അവന് ചെയ്യാൻ അറിയില്ല. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിന് തീർച്ചയായിട്ടും അമ്മയെന്ന നിലയിൽ എൻ്റെ സാന്നിധ്യം അവന് വേണം. അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു എൻ്റെ അടുത്ത ചിന്ത. അതിന് വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും OET തന്നെ പഠിക്കാൻ തുടങ്ങി. കാരണം അതാകുമ്പം അങ്ങനത്തെ കുഞ്ഞുങ്ങളെയും നോക്കാൻ പറ്റും, എനിക്ക് എൻ്റെ കുടുംബത്തോടൊന്നിച്ച് ജീവിക്കുകയും ചെയ്യാം. അത് പക്ഷേ എനിക്കത്ര ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററിയേ ഇല്ല. ഞാൻ അങ്ങനെ IELTS OET ഒന്നും മുമ്പ് ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് എത്രമാത്രം സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ 2023 എനിക്ക് ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. കാരണം ഞാനതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ ഓരോ ജീവിതത്തിലും ഓരോ ടേണിംഗ് പോയിൻറ്റും. 2023 മെയ് 31 എൻ്റെ ഫോണൊന്ന് സ്റ്റക്കായി. അതിന് മുമ്പ് തന്നെ എന്നോട് എൻ്റെ ഫ്രണ്ട്, എൻ്റെ റൂംമേറ്റ് ആയിരുന്നു ടിൻസി, അവളിപ്പം UK-ലാണ്. അവളെന്നും എന്നോട് പറയുമായിരുന്നു, നീ പ്രാർത്ഥിക്ക്, നീ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നൊക്കെ പറയുമായിരുന്നു. എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മയും ഒക്കെ പറയുമായിരുന്നു. അവർക്കൊക്കെ ഈ വിശ്വാസമുള്ളവരാണ്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ എൻ്റെ ഒരു ഫോണൊന്ന് സ്റ്റക്കായി. ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് ശരിയായില്ല. പക്ഷേ ടിൻസി വന്നൊന്ന് തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അത് ശരിയായി. ഞാനപ്പം എനിക്ക് പെട്ടെന്നൊരു അതെന്നെ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഞാൻ ചോദിച്ചു, നീ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അവൾ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണിത് ശരിയായെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു ചേഞ്ച് വന്നു. അത്രയ്ക്ക് ചെറിയ കാര്യങ്ങൾ പോലും നോക്കി നടത്തുന്ന അമ്മ മാതാവിന് എൻ്റെ വലിയ വലിയ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റുമല്ലോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അങ്ങനെ എനിക്കറിയത്തില്ല, ഞാൻ പോലും അറിയാതെ ഞാൻ ചേഞ്ച് ആകുകയായിരുന്നു. ഞാൻ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഒരു വിശ്വാസത്തിലേക്ക് ഞാൻ വരാനുള്ളൊരു കാരണം ഇത് മാത്രമായിരുന്നു. പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ വിശ്വാസം എനിക്ക് ആഴപ്പെടാൻ തുടങ്ങി. ഞാൻ ഓരോ ദിവസവും എനിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ എനിക്ക് റിലീഫ് കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നീട് സാക്ഷ്യങ്ങൾ കേൾക്കാനും അച്ഛൻ്റെ ധ്യാനം കൂടാനും ഒക്കെ തുടങ്ങി. അങ്ങനെ എല്ലാ സാക്ഷ്യങ്ങളും എന്നെ അട്രാക്റ്റ് ചെയ്തു. അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു, ഒരു ശ്രീരഞ്ജിനി ഹരിദേവിൻ്റെ സാക്ഷ്യം. അതെന്നെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്തു. കാരണം പുള്ളിക്കാരി നോൺ ക്രിസ്ത്യൻ ആണ്, പക്ഷേ പുള്ളിക്കാരിയുടെ വിശ്വാസം എന്നെ അത്ഭുതപ്പെടുത്തി.
അങ്ങനെ എനിക്ക് തോന്നി ഉടമ്പടി എടുക്കണമെന്ന്. ഞാൻ കുവൈറ്റിലായിരുന്നത് കൊണ്ട് എനിക്ക് ഓൺലൈൻ മാത്രമേ ഉടമ്പടി എടുക്കാൻ പറ്റൂ, ഡയറക്റ്റ് ഉടമ്പടി എടുക്കാൻ പറ്റില്ല, തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ 2023 ജൂൺ 12 ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ ഒരുങ്ങി. അതുപോലെ ശ്രീരഞ്ജിനി ചെയ്തതുപോലെയാണ് ഞാൻ ചെയ്തത്. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാനൊരു പേപ്പറിൽ എഴുതി മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ കത്തിച്ചു കളഞ്ഞു. അതെൻ്റെ കുമ്പസാരമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എന്നിട്ട് പ്രാർത്ഥിക്കാൻ 2023 ജൂൺ 13 രാവിലെ ഉടമ്പടി എടുക്കാനായിട്ട് പ്രാർത്ഥിച്ച് എഴുന്നേറ്റു. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ വേറൊരു ഫ്രണ്ട് UK ഉണ്ടായിരുന്നത്, ആൾ UK നിന്ന് റിസൈൻ ചെയ്ത് പോയ സമയത്ത് അവളുടെ സെറ്റിൽമെൻറ്റ് പൈസ എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്, പവർ ഓഫ് അറ്റോർണി. അപ്പം എനിക്ക് മാത്രമേ അവളുടെ സെറ്റിൽമെൻറ്റ് കാര്യങ്ങളിലും മിനിസ്ട്രി ഫോർമാലിറ്റീസിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, വേറെ ഒരാൾക്കും അതിൽ ചെയ്യാൻ പറ്റില്ല. അവൾ ഏതാണ്ട് പോയിട്ട് 8-9 മാസമായിരുന്നെങ്കിലും അവളുടെ പൈസ ഒന്നും വന്നില്ല. ഞാൻ അതിനുവേണ്ടി ഒരുപാട് തവണ മിനിസ്ട്രിയിൽ കയറി ഇറങ്ങി നടന്നു. അപ്പോൾ അവർ പറഞ്ഞത് 1 വർഷമാകും, 2 വർഷമാകും എന്നൊക്കെയാണ്. അപ്പോൾ ഈ ജൂൺ 12, അതായത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേന്ന് രാത്രിയിൽ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ആവശ്യങ്ങൾക്കൊപ്പം ഞാൻ അവളുടെ ആവശ്യങ്ങളും വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ നോക്കുന്ന സമയത്ത് ഒരു സാക്ഷ്യം കണ്ടു. അതിൽ ഒരു നേഴ്സാണ് പുള്ളിക്കാരി, സൗദിയിലുണ്ടായിരുന്നതാണ്. സെറ്റിൽമെൻറ്റ് പൈസയ്ക്ക് വേണ്ടി ബുദ്ധിമുട്ടിയ സമയത്ത് അവർ പ്രാർത്ഥിച്ചു, ഉടമ്പടിയിൽ നിയോഗം വെച്ചു. അതിനുശേഷം കിട്ടില്ല എന്ന് പറഞ്ഞ സാധനം പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പം ഞാൻ ആ സാക്ഷ്യം എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. ഞാൻ അവളോട് പറഞ്ഞു, നീയും ഇതുപോലെ പ്രാർത്ഥിക്കും, നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നിൻ്റെ പ്രാർത്ഥനയും വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അവൾ ക്രിസ്ത്യൻ ആണെങ്കിലും മാതാവിൽ വിശ്വസിക്കുന്ന ആളായിരുന്നില്ല. അവൾ അതുകൊണ്ടത് ചിരിച്ച് തള്ളിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജൂൺ 13 രാവിലെ എൻ്റെ ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ ഒരുങ്ങി. ഞാൻ 3 നിയോഗങ്ങൾ വെച്ചു. 4ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെക്കാനിരുന്നത് എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ സെറ്റിൽമെൻറ്റ് പൈസയായിരുന്നു. കാരണം എനിക്ക് അവിടെ നിന്ന് പോകണം. അപ്പോൾ എനിക്കതിൻ്റെ പുറകിന് നടക്കാൻ സമയമില്ല, എനിക്ക് പറ്റുന്നില്ല. അപ്പം എനിക്കത് വേറൊരാളെ ഏൽപ്പിക്കാനും പറ്റില്ല. അങ്ങനെ ഞാൻ ആ നിയോഗം എഴുതാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓൺലൈൻ ഉടമ്പടി ഓൾറെഡി സബ്മിറ്റ് എന്ന് കാണിച്ചു, സബ്മിറ്റഡ് ആയിപ്പോയി. അപ്പോൾ എനിക്ക് വീണ്ടും നിയോഗങ്ങൾ എഴുതാനുണ്ട്, പക്ഷേ അത് സബ്മിറ്റഡ് എന്ന് കാണിച്ചു. അപ്പോൾ എനിക്കത് എഴുതാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അന്ന് ഡ്യൂട്ടിക്കൊക്കെ പോയപ്പോഴും എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. എനിക്കപ്പം മാതാവിന് ഞാനത് എടുക്കണ്ടെന്നായിരിക്കും തീരുമാനം എന്നൊക്കെ കരുതി വിഷമിച്ചു. അന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരാൻ നിൽക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടി എൻ്റെ സെറ്റിൽമെൻറ്റ് കിട്ടിയെന്ന്. അവൾ ഭയങ്കര കരഞ്ഞോണ്ടാണ് എന്നെ വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു, ആ പൈസ കിട്ടി, എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുന്നതിനേക്കാളും മുമ്പേ ഞാൻ നിന്നെയാണ് വിളിച്ച് പറഞ്ഞത്, നിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണ് അത് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. കാരണം ഞാൻ നിയോഗം വെക്കാനിരുന്ന ഒരു കാര്യം ഞാൻ വെക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ എനിക്ക് സാധിച്ചു തന്നു. അത് എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനുള്ളൊരു കാര്യമായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ എൻ്റെ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങി. ഓരോ എക്സാമിന് പോകുന്നതിന് മുമ്പും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഓഗസ്റ്റ് 5 2023 ഓഗസ്റ്റ് 5 ആയിരുന്നു എൻ്റെ OET എക്സാമിന് പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ മനസ്സിലേക്കൊരു ധൈര്യം ദൈവം തന്നിരുന്നു. മാതാവും ഈശോയും എൻ്റെ കൂടെ ഉണ്ടെന്നും എനിക്ക് പോകുന്ന വഴികളിലൊക്കെ അവരെൻ്റെ കൂടെ കാവലുണ്ടെന്നുമുള്ളൊരു ധൈര്യം എൻ്റെ മനസ്സിലേക്ക് അടിയുറച്ച് വിശ്വാസം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഞാൻ എക്സാമിനായിട്ട് ഒരുങ്ങി രാവിലെ പ്രാർത്ഥിച്ച് ഞാൻ ബൈബിള് തുറന്ന് നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ വചനം സങ്കീർത്തനങ്ങളിലെയാണ്. മഹാസഭയിൽ അങ്ങയെ ഞാൻ പുകഴ്ത്തും, അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ എൻ്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റുമെന്നായിരുന്നു. അപ്പം ഈ സാക്ഷ്യമായിരിക്കും എനിക്ക് കിട്ടിയ വചനമെന്ന് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു. ഞാൻ എക്സാമിന് പോയി. അതുപോലെ എൻ്റെ എല്ലാ എക്സാമുകൾക്കും ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവുകയായിരുന്നു ചെയ്തത്. ആ സമയത്ത് തന്നെ ഞാൻ മാതാവിനോടും ഈശോയോടും ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ എൻ്റെ വീട്ടിലേക്ക് പോകുള്ളൂ എന്ന്. ഞാനതുപോലെ ഇന്നലെയാണ് UK നിന്ന് എത്തിയത്. ഞാൻ എൻ്റെ വീട്ടിൽ പോയില്ല, ഇവിടെ റൂം എടുത്ത് താമസിക്കുകയാണ്. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് തീർത്ഥാടന ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമേ വീട്ടിൽ പോകുള്ളൂ എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് പിന്നെ ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് ദൈവം അതാത് സമയത്ത് അതുപോലെ തന്നെ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ ആ സമയത്ത് അവിടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല, അത് നടന്നില്ല. പക്ഷേ അതും ഞാൻ വിചാരിക്കുന്നത് മാതാവിൻ്റെ ഇടപെടലാണ്. കാരണം എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഹോസ്പിറ്റലിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ സാലറി ഉള്ളൊരു ഹോസ്പിറ്റലിലേക്കാണ് എന്നെ ദൈവം സെലക്ട് ചെയ്തത്. അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമായിരുന്നു. വർഷങ്ങളായിട്ട് പരിചയമില്ലാത്ത എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുകയും അവളുടെ ചേട്ടൻ്റെ മോൾ അവിടെയുണ്ട്, നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും അവൾ ചെയ്തു തരുമെന്നും പറഞ്ഞ് നമ്പർ തന്നു. ആ കുട്ടി എനിക്ക് ഇന്നലെ ഇങ്ങോട്ട് പോരുന്നിടം വരെയും എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് അവൾ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു.
അതുപോലെ എൻ്റെ മോന് മൂത്താൾക്ക് 18 വയസ്സാകാൻ പോകുന്നു. അപ്പോൾ ഏജൻസികളെല്ലാവരും എന്നോട് പറഞ്ഞത് കുട്ടിക്ക് വിസ കിട്ടില്ല, ഫാമിലിയായിട്ട് പോകുമ്പോൾ എനിക്ക് മൂത്താളെയും കൊണ്ടുപോകണമല്ലോ, അപ്പോൾ വിസ കിട്ടില്ലെന്നാണ് പറഞ്ഞത്. എനിക്ക് എന്തൊരാവശ്യമുണ്ടെങ്കിലും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രത്യക്ഷീകരണം 33 തവണ എഴുതും. എൻ്റെ നിയോഗം വെച്ച് ഞാൻ എഴുതും. ഞാൻ അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതെല്ലാം എനിക്കിതുവരെ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതുപോലെ എല്ലാ എക്സാമുകളുടെ സമയത്ത് ഞാൻ അങ്ങനെ എഴുതാറുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ വിസ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതും എഴുതി. ഫെബ്രുവരി 29 മുമ്പ് എൻ്റെ കുഞ്ഞിന്, എൻ്റെ എല്ലാവർക്കും, ഹസ്ബൻഡിനും മക്കൾക്കും ഒരു തടസ്സം കൂടാതെ വിസ കിട്ടണമെന്ന് പറഞ്ഞ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. 3-ാമത്തെ ദിവസം ഒരു തടസ്സവും കൂടാതെ തന്നെ വിസ കിട്ടി. അതുപോലെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വീടൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. അവിടെ ഞാൻ ചെന്നപ്പോൾ തുടങ്ങി വീട് നോക്കുകയാണ്, ഭയങ്കര പാട് വീട് കിട്ടാൻ. അതും ഞാൻ നിയോഗത്തിൽ വെച്ചു. ഞാൻ എഴുതി 33 തവണ തന്നെ ഞാൻ എഴുതി. എൻ്റെ ഹോസ്പിറ്റലിനടുത്ത് തന്നെ എനിക്ക് വോക്കബിൾ ഡിസ്റ്റൻസിൽ എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റെൻറ്റിൽ കിട്ടണമെന്ന്. അങ്ങനെ തന്നെ ഫെബ്രുവരി 29-ാം തീയതി ഞാൻ പോയി കണ്ട വീടാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ റെൻറ്റും എഗ്രിമെൻറ്റും എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയേക്കുന്നത്. അങ്ങനെ ജീവിതത്തിൽ എനിക്കറിയില്ല, ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം അതാത് സമയത്ത് എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ താമസിക്കുന്ന ഒരു കുട്ടി, ഫിലിപ്പിനോയാണ് അവൾ. അപ്പോൾ അവൾ കാത്തലിക്സ് ആണെങ്കിലും അവൾ ഒട്ടും റിലീജിയസ് അല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ പ്രാർത്ഥനകളൊക്കെ കേൾക്കുമ്പോൾ എന്നോട് പറയും, ചേച്ചിക്ക് ഭയങ്കര വിശ്വാസമാണല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരാളെയാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് ഇതുപോലെ വീടിൻ്റെ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞാനൊരു ദിവസം ഒരു റോസരിയും ഒരു കാശുരൂപവും ഞാൻ അവൾക്ക് കൊടുത്തു. അപ്പോൾ അവൾ അതിനുശേഷം അവൾക്ക് വീടിൻ്റെ പ്രശ്നങ്ങളെല്ലാം ശരിയായി. അവൾക്കിപ്പോൾ ഭയങ്കര വിശ്വാസമായി. അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി തന്ന ഇതാണ് ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നത്, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഞാനിപ്പോൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മുന്നിലേക്ക് എത്തുന്ന ഓരോരുത്തരിലേക്കും എനിക്ക് കിട്ടിയ ബ്ലെസ്സിങ്സ് ഞാൻ ഷെയർ ചെയ്യും. എന്നെ കണ്ട് ഒരുപാട് പേർ ഈശോയെയും അമ്മയെയും അറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നത് കൊണ്ട് എൻ്റെ കാരുണ്യ പ്രവർത്തനം എനിക്ക് പൈസ കൊടുത്ത് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഭക്ഷണവും അങ്ങനെയൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ തീർച്ചയായിട്ടും ഞാനൊരു നേഴ്സ് ആയതുകൊണ്ട് എൻ്റെ മുന്നിൽ വരുന്ന എല്ലാ രോഗികളും ഞാൻ ദൈവത്തെ പോലെയാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു രോഗി ശുശ്രൂഷയും ഒരു കാരുണ്യ പ്രവർത്തനമാണല്ലോ, അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ എനിക്ക് ഒരിക്കൽ മാതാവിനെ അനുഭവിച്ചറിയാൻ പറ്റിയിട്ടുണ്ട്. എല്ലാവരും പറയുന്നുണ്ട് അവർ മാതാവിനെ സ്വപ്നം കണ്ടു, സുഗന്ധാഭിഷേകമുണ്ടായി, മുല്ലപ്പൂ ഗന്ധം വന്നു എന്നൊക്കെ. ഞാനപ്പോൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കും അങ്ങനെ ഒരു അനുഭവം ജീവിതത്തിൽ ഉണ്ടാകണമേ മാതാവേന്ന്. അങ്ങനെ ഞാൻ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും 3 മണിക്ക് പ്രാർത്ഥിക്കും. പ്രത്യക്ഷീകരണം 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. കുവൈറ്റിൽ 3 മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ 5:30 അപ്പോൾ ലൈവ് തന്നെ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയുടെ സമയത്ത് എനിക്ക് എപ്പോഴും നൈറ്റ് ഡ്യൂട്ടി എത്ര തിരക്കാണെങ്കിലും ആ 3 മണി സമയം എനിക്ക് എങ്ങനെയൊക്കെയാണല്ലോ എന്നെ ഫ്രീ ആയി കിട്ടും, എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ 3 മണിക്ക് ഒരു ദിവസം ഒരു മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതിഭയങ്കരമായൊരു ഗന്ധം, ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ളൊരു സുഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ ഇത് മാതാവിൻ്റെ സാമീപ്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൾ മാതാവിനെ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് വന്ന് നോക്ക്, ഈ റൂമിൽ നിനക്ക് വല്ലതും അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വന്നപ്പോൾ അവൾക്ക് ഞാൻ അനുഭവിച്ച അത്ര തീവ്രതയില്ല. അവൾ പറഞ്ഞു, എന്തോ ഒരു ചെറിയ മണമുണ്ട്, പക്ഷേ നീ പറയുന്ന അത്രയും ഇൻറ്റൻസിറ്റി എനിക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതും എനിക്ക് മാതാവ് എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതിന് എനിക്ക് തന്ന അടയാളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്തൊക്കെ പ്രാർത്ഥിച്ചോ എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം എനിക്കിതുവരെ നടത്തി തന്നിട്ടുണ്ട്. ഞാനിന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കും, ഞാൻ അതിനുവേണ്ടി ടോക്കൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും എനിക്ക് നന്ദി പറഞ്ഞ് നിർത്താമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ നന്ദി പറയുന്നു. ഈ മരണം വരെ എൻ്റെ ഈ ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനായിട്ട് ഞാൻ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കുന്നു.